നമസ്കാരം, ഞാൻ റോസ്മേരി ആൻ്റണി, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫാദർ വൂണ്ടിനെ കുറിച്ചിട്ടാണ്. ഒരു ഫാദർ ഫിഗർ എന്ന് പറയുന്ന നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ അത് സ്ത്രീകളിൽ ഉണ്ടായില്ല എങ്കിൽ അത്തരമുള്ള ഒരു പ്രൊട്ടക്ഷനോ സുരക്ഷിതത്വമോ അവർ ചൈൽഡ്ഹുഡിൽ അത് അനുഭവിച്ചിട്ടില്ല എങ്കിൽ അവരുടെ ജീവിതത്തിൽ ഇത് എങ്ങനെയാണ് റിഫ്ലക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പൊതുവേ ഒരുപാട് ആളുകൾ ചോദിക്കാറുള്ള 3 ചോദ്യങ്ങളാണ്. വൈ ഡു ഐ സ്ട്രഗിൾ വിത്ത് ദ റിലേഷൻഷിപ്സ്? എല്ലാ ബന്ധങ്ങളും എന്താ എനിക്ക് ഇങ്ങനെ ആയിത്തീരുന്നത്? വൈ ഡു ഐ ഓൾവേസ് അട്രാക്ട്സ് ദ റോങ് പീപ്പിൾ? എൻ്റെ ജീവിതത്തിൽ തെറ്റായ ആളുകളെ ഞാൻ എന്തുകൊണ്ട് വീണ്ടും വീണ്ടും ആകർഷിക്കുന്നു? വൈ ഡു ഐ ഫീൽ ലൈക്ക് ഐ ഹാവ് ടു പ്രൂവ് മൈ സെൽഫ് വർത്ത്? എപ്പോഴും എൻ്റെ മൂല്യം ഞാൻ എന്തുകൊണ്ടിട്ട് മറ്റുള്ളവരുടെ അടുത്ത് പ്രൂവ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ്. അതിൻ്റെയൊക്കെ അർത്ഥം എന്ന് പറയുന്നത്, what happens when a girl grows up without a strong loving father figure? സൈക്കോളജിസ്റ്റ് ഇതിനെ വിളിക്കുന്ന പേരാണ് ഫാദർ വൂണ്ട്. അതായത് കുട്ടികളിൽ ഒരു ഫാദർ ഫിഗർ ശരിക്കും ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റി ആയിട്ട് ഇല്ലാതെ ആകുമ്പോൾ, അല്ലെങ്കിൽ ഫാദർ ഫിഗേഴ്സ് അവരെ അവഗണിക്കുമ്പോൾ ഒരു പെൺകുട്ടിയുടെ മനസ്സിലുണ്ടാകുന്ന ഒരു വേദന വളരെ ആഴത്തിലുള്ളതാണ്. ഇത് അവരിലൊരു ഡീപ്പ് ഗ്യാപ്പ്, ഇമോഷണൽ ഗ്യാപ്പ് ബിൽഡ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അവർക്ക് എത്ര വളർന്നാലും ഇത് അപ്രത്യക്ഷമാവില്ല, പെട്ടെന്നത് മായ്ച്ചു കളയാനാവുന്നതല്ല. മറിച്ച് അവരുടെ ജീവിതത്തിൽ അവർ അഡൾട്ട് ആകുമ്പോൾ പോലും പല രീതിയിൽ ഇത് റിഫ്ലക്റ്റ് ചെയ്യാറുണ്ട്. Many women unconsciously try to fill this missing love in different ways. ഒന്ന്, some seek validation from romantic partners. നമ്മുടെ പാർട്ട്നേഴ്സിൽ നിന്ന്, ബോയ് ഫ്രണ്ട് ആവാം, ഹസ്ബൻഡ് ആവാം, ഇവരിൽ നിന്നൊക്കെ എപ്പോഴും ഒരു അച്ഛൻ്റെ സ്നേഹവും അംഗീകാരവും ഒക്കെ ഇവർ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ്. റിലേഷൻഷിപ്പിലായിരിക്കും ഈ പാർട്ട്നേഴ്സിനെ എപ്പോഴും ഒരു ഫാദർ ഫിഗറായിട്ട് കാണാനായിട്ട് വളരെ സാധ്യതകൾ കൂടുതലാണ്. ചിലർ വളരെ അധികം ഡീപ്പായിട്ടുള്ളൊരു ഡിസ്ട്രസ്റ്റ് ടുവേർഡ്സ് മെൻ അത് വളർത്തിയെടുക്കും. അതായത് പുരുഷന്മാരെ വിശ്വസിക്കാനോ അല്ലെങ്കിൽ ഒരു നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനോ ബുദ്ധിമുട്ടുള്ള രീതിയിലാവും. കാരണം ഫ്യൂച്ചറിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലോ എന്നുള്ള പേടി കാരണം അവർ പലപ്പോഴും ഈ റിലേഷൻഷിപ്പിൽ നിന്ന് അകലം പാലിക്കുന്ന ഒരു രീതിയിലേക്ക് പോവാറുണ്ട്. മറ്റ് ചിലവർ അമിതമായിട്ട് പുരുഷന്മാരോട് അറ്റാച്ച്ഡ് ആവുകയും ഓവറായിട്ട് ഡിപ്പെൻഡൻ്റ് ആവുകയും ചെയ്യുന്നൊരു അവസ്ഥയുണ്ട്. ചിലവർ ഓവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വളരുകയും ചെയ്യും. ഈ ഒരു സാഹചര്യത്തിൽ മറ്റാരെയുമായിട്ട് ആശ്രയിക്കാൻ താല്പര്യമില്ല. അവർക്കറിയാം ഞാനൊരു ഡിപ്പെൻഡബിൾ ഫിഗർ അല്ലാതെ തന്നെ സർവൈവ് തന്നെ ചെയ്യണം, അങ്ങനെ ഞാൻ വളർന്നു വന്ന ഒരാളാണ് എന്നൊക്കെ ഓർത്തിട്ട് അവർ പുരുഷന്മാരായിട്ട് തീരെ അടുക്കാത്ത രീതിയിലേക്ക് പോവാറുണ്ട്. അപ്പോൾ ഇതൊരു ഡീപ്പ് റൂട്ടഡ് ബിലീവാണ്, എനിക്കൊരു ഫാദർ ഫിഗർ ഇല്ല, ഞാൻ അത്തരം ഒരു സുരക്ഷിതത്വത്തിലല്ല വളർന്നത് എന്നുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ ബ്ലെയിം ചെയ്യാനുള്ളതല്ല, മറിച്ച് ഇതിനൊരു അവയർനെസ് സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു അവയർനെസ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നമുക്ക് പല മാറ്റങ്ങളും ഇതിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഹൗ ഡസ് ഫാദർ ആബ്സെൻസ് ഇമ്പാക്റ്റ് എ വുമൻസ് ഇമോഷണൽ വെൽബീങ്? ഒരു ഫാദർ ഫിഗർ അല്ലെങ്കിൽ ഒരു അച്ഛൻ്റെ അഭാവം ഒരു സ്ത്രീയുടെ മാനസിക ആരോഗ്യത്തെ എങ്ങനെയാണ് ഇത് ബാധിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ്. സൈക്കോളജിയിൽ അറ്റാച്ച്മെൻറ്റ് തിയറി പ്രകാരം ഒരു കുട്ടിയുടെയും മാതാപിതാക്കളുടെയും ആദ്യം ബന്ധം അല്ലെങ്കിൽ അവരൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നത്, എല്ലാ ബന്ധങ്ങൾക്കും ഒരു ബ്ലൂ പ്രിൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത് അവരുടെ പേരൻസിൻ്റെ റിലേഷൻഷിപ്പാണ്. അപ്പോൾ അവർക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് അവരുടെ ഫാദർ ഫിഗറായിട്ടോ അല്ലെങ്കിൽ മദർ ഫിഗറായിട്ടോ കിട്ടിയില്ല എങ്കിൽ, അല്ലെങ്കിൽ എസ്പെഷ്യലി അച്ഛൻ്റെ സാന്നിധ്യം ഇല്ലാതെ ആകുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു ഇൻസെക്യൂർ അറ്റാച്ച്മെൻറ്റ് പാറ്റേൺ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് ഫിയർ ഓഫ് അബാൻഡൻമെൻറ്റ് ഉണ്ടാവാം, എപ്പോഴും ഒരാൾ അവരെ വിട്ടുപോകും എന്നുള്ളൊരു ഭയം, അവർക്കൊരു സെക്യൂർഡ് അല്ലാത്തൊരു ലെവലിലേക്ക്, ചിലപ്പോൾ സെക്യൂർഡ് അല്ലാത്ത ബന്ധങ്ങളെ വീണ്ടും വീണ്ടും ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത. സെക്കൻഡ്, ലോ സെൽഫ് വർത്ത്, ഞാൻ എപ്പോഴും ലവബിൾ അല്ല, ഞാൻ ഇതൊന്നും ഡിസേർവ് ചെയ്യുന്നല്ല എന്നൊരു ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള തോട്ട്സ് അവർക്ക് ഉണ്ടാകും. ദി അട്രാക്ട് ടു ഇമോഷണലി അൺഅവൈലബിൾ പാർട്ട്നേഴ്സ്. അച്ഛൻ നൽകിയിരുന്ന ഇമോഷണൽ നെഗ്ലക്റ്റ്, അതാണ് അവരുടെ ഒരു സെക്യൂർഡ് സിസ്റ്റം അല്ലെങ്കിൽ ഫീലിംഗ് സേഫ് ആയിട്ട് അവർക്ക് ധാരണയുള്ളത് കൊണ്ടിട്ട് അവരെപ്പോഴും അൺഅവൈലബിൾ ആയിട്ടുള്ള പാർട്ട്നേഴ്സിനെ തന്നെ അട്രാക്റ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. സ്ട്രഗിൾ വിത്ത് ട്രസ്റ്റ് ആൻഡ് ബൗണ്ടറീസ്. ഒരുപക്ഷെ
അവർ ആളുകൾ ഒരുപാട് ട്രസ്റ്റ് ആകുന്നു, അല്ലെങ്കിൽ ഒരിക്കലും തുറന്ന് സംസാരിക്കാത്ത രീതിയിൽ അവർ തന്നെ ഒരു ഭയങ്കര ക്ലോസ്ഡ് ആയിട്ട് വെക്കുന്ന ഒരു ലെവലിലേക്ക് കൊണ്ടുവരും. മാത്രമല്ല ഇവർക്കൊരു നിശ്ചിത ബൗണ്ടറി സെറ്റ് ചെയ്യാനോ നല്ല രീതിയിൽ ആളുകളോട് സംസാരിക്കാനോ ബുദ്ധിമുട്ടുണ്ടാവും. ജേർണൽ ഓഫ് മാരേജ് ആൻഡ് ഫാമിലിയിൽ പ്രസിദ്ധീകരിച്ചൊരു പഠനം കാണിക്കുന്നത് എങ്ങനെയാണ്, ഒരു ഫാദർ ഫിഗർ അല്ലെങ്കിൽ അച്ഛൻ്റെ അഭാവം നേരിട്ട പെൺകുട്ടികൾക്ക് ലോ സെൽഫ് എസ്റ്റീമും റിലേഷൻഷിപ്പ് ഡിഫിക്കൽട്ടീസും ആൻസൈറ്റിയും ഡിപ്രഷനും ഒക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് പഠനം പറഞ്ഞിരിക്കുന്നത്. ഹൗ ടു ഹീൽ ഫ്രം എ ഫാദർ വൂണ്ട്? ഇത്തരം നെഗ്ലക്റ്റിലൂടെ കടന്നുപോയൊരു വ്യക്തിയാണ് എങ്കിൽ എങ്ങനെയാണ് നമുക്കിതിൽ നിന്നും പുറത്തു വരാനായിട്ട് സാധിക്കുക? ഒന്ന്, അക്നോളജ് ദ വൂണ്ട്. ഹീലിംഗ് അവയർനെസ് കൊണ്ട് തന്നെ തുടങ്ങേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ റിലേഷൻഷിപ്പ് സ്ട്രഗിൾ അല്ലെങ്കിൽ ലോ സെൽഫ് വർത്ത് നമ്മുടെ ചൈൽഡ്ഹുഡിൽ നീഡ്സ് ഒന്നും മീറ്റ് ചെയ്യാത്തതാണ് എന്നുള്ളത് മനസ്സിലാക്കി ദിസ് ഈസ് നോട്ട് യുവർ ഫോൾട്ട്, എനിക്ക് ഇതിൽ നിന്നും മുന്നോട്ട് പോകാൻ പറ്റും എന്ന് അക്നോളജ് ചെയ്യുക എന്നുള്ളതാണ്. 2, റീപേരൻറ്റ് യുവർ സെൽഫ്. നമ്മളുടെ ഫാദർ അല്ലെങ്കിൽ നമ്മൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട നമ്മുടെ ഫാദർ ഫിഗർ നൽകാതിരുന്ന സെക്യൂരിറ്റി അല്ലെങ്കിൽ സ്നേഹം ഇപ്പോൾ നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് കൊടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക. നമ്മളോട് തന്നെ സ്നേഹത്തോട് സംസാരിക്കാനും സ്നേഹത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യാനും കുറച്ചും കൂടി കൈൻഡായിട്ടിരിക്കാനും നമ്മളെ തന്നെ കുറച്ചും കൂടി പ്രയോറിറ്റിയോട് കൂടെ കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. അതാണ് റീപേരൻറ്റിങ് യുവർ സെൽഫ് എന്ന് പറഞ്ഞത്. ബിൽഡ് സെക്യൂർ അറ്റാച്ച്മെൻറ്റ്സ്. അൺഹെൽത്തി പാറ്റേൺസ്, നമ്മൾ ഒരു റോങ് റിലേഷൻഷിപ്പിൽ വീണ്ടും വീണ്ടും പോകുന്നത് അത് സ്വന്തം പാറ്റേൺ ആണെന്ന് തിരിച്ചറിഞ്ഞ് സേഫായിട്ടുള്ള, സ്റ്റേബിളായിട്ടുള്ള, ഇമോഷണലി പ്രസൻ്റ് ആയിട്ടുള്ള ബന്ധങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അൺഅവൈലബിൾ പാർട്ട്നേഴ്സിൻ്റെ അതൊരു പാറ്റേൺ ആണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. നെക്സ്റ്റ്, റീറൈറ്റ് ദ നറേറ്റീവ്. നമ്മളൊരു ചൈൽഡ്ഹുഡ് ഒന്നും തീരെയില്ലാത്തൊരു ബ്രോക്കൺ ഫാമിലിയിൽ നിന്നാണ് വന്നത് എന്ന് പറയാതെ നമ്മളുടെ പാസ്റ്റിൽ ആവർത്തിക്കാനായിട്ട് അനുവദിക്കാതെ നമ്മുടെ ഫാദർ നൽകിയിരുന്നില്ല എന്ന് നമ്മൾ കുറ്റം പറയുന്ന പല കാര്യങ്ങളും, സ്ഥിരതയുള്ള സ്നേഹം നിറഞ്ഞ ചില ബന്ധങ്ങൾ അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്ന് വിശ്വസിച്ച് നമ്മുടെ തോട്ട്സിന് റീറൈറ്റ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം. അപ്പോൾ ഇതും നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്കൊരു നല്ല തെറപ്പിസ്റ്റിനോട് കാണുകയോ ഡിഫറെൻറ്റ് സൈക്കോതെറപ്പി അല്ലെങ്കിൽ ഇന്നർ വർക്ക് ഒക്കെ ചെയ്ത് ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഇത്തരം കാര്യങ്ങളോട് ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റിനെ സമീപിച്ച് ഇതിൽ നിന്ന് ഓവർകം ചെയ്യാവുന്നതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളാണ് നമ്മുടെ മാതാപിതാക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ആബ്സെൻസ് ഒക്കെ നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ അഡൾട്ട് റിലേഷൻഷിപ്പിലും ഒക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഇത്തരം ഗ്യാപ്പ് നിങ്ങൾ കണ്ടെത്താനാവുകയാണെങ്കിൽ സീക്ക് ഹെൽപ്പ്.